ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിലെ ബാക്കി ഭാഗം കേട്ടോ. എ ബുക്ക് ഫോർ പുച്കു എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. പുച്കുന്നോ പച്കുന്നോ ഒക്കെ വായിക്കാം കേട്ടോ നമുക്ക്. ഓക്കെ, എന്നുള്ള സൗണ്ട് ഊന്നുള്ള സൗണ്ട് യൂക്ക് ഉണ്ട് അല്ലേ. ഓക്കെ, ദെൻ പച്കു പച്കു, വേർ ആർ യു പച്കു അല്ലേ. എന്താണ് പച്കു പച്കു, നീ എവിടെയാന്നാ ചോദിക്കുന്നത് അല്ലേ. പച്കു ഹാവ് എ ബാത്ത്, നീ കുളിച്ചോ. പച്കു ഹാവ് യുവർ ഫുഡ്, നീ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലേ. പച്കു ഗോ ടു ക്ലാസ്, എന്താ ക്ലാസ് പോയിക്കോ. പച്കു ഡു യുവർ ഹോംവർക്ക്, നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ. ബട്ട് വേർ ഈസ് പച്കു, പക്ഷെ എവിടെയാണ് പച്കു. പച്കു വാസ് നൗവെയർ ടു ബി സീൻ, ഷീ വാസ് ഹൈഡിങ് ഇൻ എ കോർണർ റീഡിങ് എ ബുക്ക്. അവിടെ ഒന്നും പച്കുവിനെ കാണുന്നില്ല അല്ലേ. അവളെവിടെയാണ് ഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ഒരു മൂലയിൽ. കോർണർ എന്ന് പറഞ്ഞാൽ മൂലയിൽ. അപ്പോൾ ഒരു കോർണറിൽ എന്താണ് അവൾ ഹൈഡ് ചെയ്ത് നിൽക്കുക, അവൾ ഒളിച്ച് നിൽക്കുകയാണ് അല്ലേ. എന്താ അവിടെ നിന്ന് ചെയ്ത് ഒളിച്ച് നിന്നിട്ട് റീഡിങ് എ ബുക്ക് വായിക്കുകയാണ് അല്ലേ. പച്കു ലൗഡ് റീഡിങ്, പച്കു എന്താണ് വായന ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. സിറ്റിംഗ് എനിവേർ അറ്റ് ഹോം, ഇൻ സ്കൂൾ, ഇൻ ബെഡ് ആൻഡ് ഈവൻ ഇൻ ദ പാർക്ക്. പച്കുവിന് എന്താണ് ഭയങ്കര വായന ഇഷ്ടമാണ് അല്ലേ. എവിടെ ഇരുന്ന് അവൾ വായിക്കും അല്ലേ. ഹോമിലെ വീട്ടിൽ നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ബെഡിൽ നിന്നാണെങ്കിലും ഈവൻ ഇൻ ദ പാർക്ക് എന്ന് വരെ, സാധാരണ പാർക്ക് പോയാൽ കളിക്കലാണ് അല്ലേ. പാർക്ക് എന്ന് വരെ അവൾ എന്താണ് റീഡ് ചെയ്യും അല്ലേ. ഷീ ലൗഡ് ഹൗ ലെറ്റേഴ്സ് ബിക്കം വേർഡ്സ്, അവൾക്ക് എന്താ ഇഷ്ടം ഈ ലെറ്റേഴ്സൊക്കെ ഈ വേർഡ്സ് ആവുന്നുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടം അവൾക്ക് അല്ലേ. ആൻഡ് വേർഡ്സ് ബിക്കം സ്റ്റോറീസ്, പിന്നെന്താണ് ആ വേർഡ്സ് എന്താവും, ലെറ്റേഴ്സ് എന്താണ് കുറേ ലെറ്റേഴ്സ് കൂടുമ്പോൾ വേർഡ്സ് ആവും, ആ വേർഡ്സുകളെല്ലാം കൂടി കൂടുമ്പോൾ എന്താവും സ്റ്റോറീസ് ആവും അല്ലേ. വേർഡ്സ് ബിക്കം സ്റ്റോറീസ്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അല്ലേ. ബുക്സ് ആർ സോ മച്ച് മോർ ഫൺ അല്ലേ, ബുക്കിൽ ഒരുപാട് ഫണ്ണ് തമാശകൾ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഷീ ടെൽസ് ഹെർ ഫ്രണ്ട്സ്, അവളുടെ ഫ്രണ്ട്സിനോട് പറയലാണ് അല്ലേ. ഫ്രണ്ട്സ് ആരാണ്, ബോൾട്ടു ആൻഡ് ഡോഡ്ല അല്ലേ. ബോൾട്ടിനോടും ഡോഡ്ലിനോടും പറയലാണ് അല്ലേ. ദേ ടേക്ക് മീ ഓൺ ബിഗ് അഡ്വഞ്ചേഴ്സ്, അതെന്നെ എന്താണ് വലിയ വലിയ സാഹസികതയിലേക്ക് എന്നെ കൊണ്ടുപോകും, അഡ്വഞ്ചറിലേക്ക് കൊണ്ടുപോകുന്നാണ് പറയുന്നത് അല്ലേ. വൺ ഡേ പച്കു ഫേസ്ഡ് എ ബിഗ് പ്രോബ്ലം, പച്കു എന്താക്കി ഒരു വലിയ പ്രോബ്ലംസ് എന്താക്കി നേരിട്ടു അല്ലേ, ഫേസ് ചെയ്തു. ഷീ ഹാഡ് റീഡ് ഓൾ ദ ബുക്സ് ഓൺ ദ ലോവർ റാക്സ് ഓഫ് ദ ഷെൽഫ് ഇൻ ദ ലൈബ്രറി, അവളെന്താണ് ലൈബ്രറിയിലുള്ള താഴെയുള്ള ഷെൽഫിലുള്ള റാക്കിലുള്ള എല്ലാ ബുക്കും എന്താണ് വായിച്ചിട്ടുണ്ട് അല്ലേ. ഓൾറെഡി അവൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ലോവർ റാക്സ് ഓഫ് ദ ഷെൽഫ് ഇൻ ദ ലൈബ്രറിയിലുള്ള ആ ഷെൽഫിലുള്ള ലോവർ റാക്കിൽ താഴെയുള്ള റാക്കിലുള്ള ബുക്കൊക്കെ അവൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓ നോ പച്കു ഗാസ്പ്ഡ് അല്ലേ. What do I do now? ഇനി എന്താ ഞാൻ ചെയ്യുക. ഷീ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ദ അപ്പർ റാക്ക് ഫുൾ ഓഫ് ബുക്സ്. അപ്പോൾ അവൾ മേലോട്ട് നോക്കിയപ്പോൾ എന്താ അവിടെ കണ്ടത്, അപ്പർ റാക്കിൽ എന്താ നിറച്ചും ബുക്ക് കാണുന്നുണ്ട് അല്ലേ. ബട്ട് ദേ വേർ ടു ഹൈ, പക്ഷെ അതെന്താണ് ഭയങ്കര ഉയരത്തിലാണ് അല്ലേ, അവൾക്ക് എത്തുന്നില്ല അല്ലേ. ഐ ഹാവ് ആൻ ഐഡിയ, എനിക്കൊരു ഐഡിയ ഉണ്ട് അല്ലേ. ഷീ കോൾഡ് ബോൾട്ടു ആൻഡ് ഡോഡ്ല, അവൾ എന്താക്കി ബോൾട്ടുവിനെയും ഡോഡ്ലനെയും വിളിച്ചില്ലേ. ലെറ്റ്സ് മേക്ക് എ ടവർ, നമുക്കൊരു ടവർ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ. ബോൾട്ടു സ്റ്റൂഡ് ഓൺ ഡോഡ്ലാസ് ഷോൾഡർ ആൻഡ് പച്കു ക്ലൈംബ് ഓൺ ടോപ്പ് അല്ലേ. ബോൾട്ടു എന്താക്കി ഡോഡ്ലാൻ്റെ ഷോൾഡറിൽ നിന്ന് അല്ലേ. ഡോഡ്ലതാ അവളുടെ ഷോൾഡറിൽ എന്താണ് ഡോഡ്ലു നിന്നു. ഡോഡ്ലുവിൻ്റെ ഷോൾഡറിൽ ആര് നിന്നു, നമ്മളെ പച്കു നിന്നു അല്ലേ. അങ്ങനെ പച്കു അവിടെ മുകളിൽ കയറി അല്ലേ. വിബിൾ വുബിൾ ക്രാഷ് ദ ടംബിൾ ഡൗൺ ഇൻ എ ഹീപ്പ് ലാഫിങ് അല്ലേ. അങ്ങനെ എന്താക്കി അവർ മുകളിൽ കയറിയാൽ എന്താക്കി അവർ അതങ്ങ് പൊട്ടി, അവർക്ക് താഴെ വീണവർ അല്ലേ. അവർക്ക് എന്താ ബാലൻസ് കിട്ടിയില്ല, അതിൽ അവരെന്താ ഭയങ്കര ചിരിയാണ് ചിരിച്ചു അല്ലേ. ദെൻ ഷീ ട്രൈഡ് യൂസിങ് ദ ചെയർസ്, അങ്ങനെ പിന്നെ അവൾ എന്താക്കി ചെയർ വെച്ചിട്ട് അല്ലേ, ചെയർ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് എന്താക്കി അവൾ അതിൻ്റെ മുകളിൽ കയറാൻ ശ്രമിച്ചു അല്ലേ. ബട്ട് വിബിൾ വൊബിൾ ദേ വുഡിൻ സ്റ്റേ സ്റ്റിൽ അല്ലേ, അതും എന്തായില്ല അവിടെ നിന്നില്ല അല്ലേ, അതും താഴെ വീണില്ലേ. ദെൻ ജസ്റ്റ് ദെൻ ദ ടോൾ ലൈബ്രറിയൻ സോ ഹെർ, അപ്പോഴാണെന്ത് അവിടെ ലൈബ്രറിയൻ ഉണ്ട് അല്ലേ, അവർ നല്ല നീളമുള്ള ഹൈറ്റുള്ള ആളാണ് അല്ലേ. അവള് എന്താണ് ഈ പച്കുവിനെ കണ്ടത് അല്ലേ. ഷീ ചക്കിൾഡ് ആൻഡ് ലിഫ്റ്റഡ് പച്കു അപ്പ് ടു റീച്ച് ദ ബുക്സ്, അപ്പോൾ അവളെന്താക്കി ലൈബ്രറിയൻ ചിരിച്ചുകൊണ്ട് എന്താക്കി അവളെ എടുത്ത് അല്ലേ, എടുത്തിട്ട് എന്താക്കി ബുക്കിൻ്റെ അടുത്തേക്കാണ്ട് എത്തിച്ചു കൊടുത്തു അല്ലേ. അങ്ങനെ ബുക്കിൻ്റെ അടുത്തേക്ക് എത്തി. ഹിയർ യു ഗോ നെക്സ്റ്റ് ടൈം ജസ്റ്റ് ആസ്ക്, ഷീ സെഡ് വിത്ത് എ സ്മൈൽ അല്ലേ. എന്നാ ഇപ്പം എന്താണ് അടുത്ത സമയത്ത് ഇപ്പോൾ ഈ പോയിക്കോ, അടുത്ത സമയത്ത് എന്താണ് ഇതിനോട് ജസ്റ്റ് പറഞ്ഞാൽ മതി അല്ലേ, എന്നോട് ചോദിച്ചാൽ മതി. ഷീ സെഡ് വിത്ത് എ സ്മൈൽ, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേ. അപ്പം അടുത്ത ദിവസം അവിടെ എന്നോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പം യു ഗോ അല്ലേ, എന്നാ ബുക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞ് ഇപ്പോൾ പോയിക്കോ, അടുത്ത സമയം വരുമ്പോൾ എന്നോട് ചോദിച്ചാൽ മതി എന്ന് ഈ ലൈബ്രറിയൻ പറഞ്ഞു അല്ലേ.
താങ്ക് യു അല്ലേ, താങ്ക് യു പച്കു വിസ്പേർഡ് അല്ലേ, അപ്പം നന്ദി പറഞ്ഞു അല്ലേ. ഗ്രാബിങ് എ ഷൈനി ബുക്ക് അല്ലേ, ആ ഷൈനി ബുക്ക് ഇങ്ങോട്ട് വാങ്ങി അല്ലേ. ഷീ ഓപ്പൺ ഇറ്റ് വൂഷ് ദ വേർഡ്സ് ടേൺ ഇൻ ടു ഹെർ നെക്സ്റ്റ് ബിഗ് അഡ്വഞ്ചർ. അപ്പോൾ അവൾ ആ ബുക്ക് തുറന്നപ്പോൾ എന്താണ്, അവിടെ അതിലുള്ള വേർഡ്സുകളൊക്കെ എന്താക്കി അവളെ വലിയൊരു അഡ്വഞ്ചറിലേക്ക് അങ്ങ് കൊണ്ടുപോയി അല്ലേ. റീഡ് ചെയ്യാണ് അവൾ ബുക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ താരെ എഴുതിയ ദീപാഞ്ജന പാൽ അല്ലേ. ദെൻ എന്താണ് ഇവിടെ പറയുന്നത്, പിക്ചർ സ്റ്റോറി കാർഡാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ, റൈറ്റ് ദ ഇവന്റ്സ് റിലേറ്റഡ് ടു ദ പിക്ചേഴ്സ്, ഗിവ് എ സൂട്ടബിൾ ടൈറ്റിൽ. ഇവിടെ എന്താണ്, ഇപ്പോൾ കുറച്ച് ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. അതെന്താ സ്റ്റോറി ഇതാ, ഇവിടെ ഒരു കുട്ടി വരുന്നുണ്ട്, ലൈബ്രറിയും ബുക്ക് കൊടുക്കുന്നുണ്ട്. അതിലെന്താണ് വായിക്കുമ്പോൾ നമുക്ക് അതിൽ പല അഡ്വഞ്ചറും വരുന്നുണ്ട് അല്ലേ. അഡ്വഞ്ചറിലേക്ക് അവൾ എന്താണ് പോവുകയാണ് അല്ലേ. അവിടെ പല സംഭവങ്ങളും വരുന്നുണ്ട് അല്ലേ, കണ്ടോ. പിന്നെ അവൾ ബുക്ക് തിരിച്ചു കിട്ടുന്ന അങ്ങനെ ബുക്ക് എന്താക്കി ക്ലോസ് ചെയ്തു അല്ലേ. അതാണ് എന്ത് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്, അത് എന്താണ് ആ സെൻറ്റൻസുകൾ എഴുതുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്താ, പച്കു അല്ലേ. പച്കു റീച്ച് ദ ലൈബ്രറി ആൻഡ് ആസ്ക് ദ ലൈബ്രറിയൻ ഫോർ പെർമിഷൻ ടു എൻ്റർ. ഇവിടെ പി ഉണ്ട് കേട്ടോ, ഇവിടെ ആൻഡ് ആണ്, എ ആണ്, ഇവിടെ പി ആട്ടോ. അപ്പോൾ പച്കു പി അല്ലേ, പച്കു റീച്ച് ദ ലൈബ്രറി ആൻഡ് ആസ്ക് ദ ലൈബ്രറിയൻ ഫോർ പെർമിഷൻ ടു എൻ്റർ അല്ലേ, കയറാൻ വേണ്ടി അനുവാദം ചോദിക്കുകയാണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, അപ്പോൾ എന്താണ് ലൈബ്രറി ആ ബുക്ക് കൊടുക്കുകയാണല്ലേ. ലൈബ്രറിയൻ ബ്രിങ്സ് ഹെർ ദ ബുക്ക് ഷീ റിക്വസ്റ്റഡ്. അവൾ ആവശ്യപ്പെട്ട ബുക്ക് എന്താണ് ലൈബ്രറി അവൾക്ക് കൊടുക്കുകയാണ് അല്ലേ. എന്താണ്, ഷീ സ്റ്റാർട്ടഡ് റീഡിങ് ആൻഡ് എൻറ്റേർഡ് ദ വണ്ടർഫുൾ ആൻഡ് മാജിക്കൽ വേൾഡ് ഓഫ് റീഡിങ്. ഇറ്റ് വാസ് എ സ്റ്റോറി ബുക്ക് ആൻഡ് എ റാബിറ്റ് ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദാറ്റ് സ്റ്റോറി. എന്താണ് അവൾ റീഡ് ചെയ്യാൻ തുടങ്ങി അല്ലേ. അതിലുള്ള മാജിക്കൽ വേൾഡ് ഓഫ് റീഡിങ്ങിലേക്ക് അവൾ എന്താക്കി, അവളെ കയറി. ഇറ്റ് വാസ് എ സ്റ്റോറി ബുക്ക്, എന്താ റാബിറ്റ് ആണ് അതിലുള്ള മെയിൻ ക്യാരക്ടർ ഇൻ ദാറ്റ് സ്റ്റോറി അല്ലേ. ഓക്കെ, ഇനി എന്താണ്, നൗ ഷീ ഈസ് ഇൻ ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് റീഡിങ് ഷീ സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് ദ റാബിറ്റ് അല്ലേ. അങ്ങനെ എന്താണ് അവൾ ഇപ്പോൾ എന്താണ് ആ വേൾഡ് ഓഫ് റീഡിങ്ങിൻ്റെ വണ്ടർഫുള്ളാണ് അവളിപ്പോൾ ഉള്ളത് അല്ലേ. അവൾ എന്താക്കി ആ റാബിറ്റിൻ്റെ കൂട്ടത്തിൽ എന്താ കളിക്കാൻ തുടങ്ങി. ഇനി എന്താണ്, ദ റാബിറ്റ് ടുക്ക് ഹെർ ടു ഹിസ് വണ്ടർഫുൾ വേൾഡ് അല്ലേ. റാബിറ്റ് എന്താക്കി അവളെ ആ വണ്ടർഫുൾ വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അല്ലേ. ദർ ഷീ സോ മെനി ഫ്രണ്ട്സ് ഓഫ് റാബിറ്റ്. അവിടെ എന്താണ് ഒരുപാട് ഫ്രണ്ട്സിനെ അവൾ കണ്ടു അല്ലേ. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാഡ് വിങ്സ്. എല്ലാ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ എന്താണ് ആ ചിറകുകളുണ്ട് അല്ലേ. ഇനി അടുത്ത് എന്താ, ദേ ഓൾസോ ഗോട്ട് വിങ്സ് ആൻഡ് ദേ ടു സ്പ്രെഡ് ദെയർ വിങ്സ് ആൻഡ് ഫ്ലൂ അവേ അല്ലേ. അവരെന്താണ് അവർക്കും വിങ്സ് വന്നു അല്ലേ, ചിറക് വന്നു. അവർക്ക് എന്താണ് രണ്ട് ചിറക് അല്ലേ, രണ്ട് ചിറക് എന്താണ് വിടർത്തി അല്ലേ. എന്നിട്ട് എന്താക്കി പറന്നു. പിന്നെന്തായി ലൈബ്രറി ആയി കാണാനല്ലേ. ലൈബ്രറിയൻ ബിക്കംസ് ഹാപ്പി, ഭയങ്കര സന്തോഷമായി അല്ലേ. ഷീ സോ പച്കു എൻജോയിങ് ഹെർ സ്റ്റോറീസ്. അവളുടെ ആ സ്റ്റോറീസിൽ അവൾ സന്തോഷിക്കുന്നത് കണ്ടിട്ട് എന്താണ് ലൈബ്രറിയനും ഭയങ്കര സന്തോഷമായി. ഇനി എന്താ, ആഫ്റ്റർ റീഡിങ് ദ സ്റ്റോറി ഷീ റിട്ടേൺ ടു ഹെർ റിയൽ ലൈഫ് ആൻഡ് ബിക്കം സാഡ് അല്ലേ. അങ്ങനെ സ്റ്റോറിയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്താക്കി റിയൽ ലൈഫിലേക്ക് തിരിച്ചു വന്നില്ലേ. അപ്പോൾ ഭയങ്കര വിഷമമായി അല്ലേ. നൗ ഷീ വാസ് ഈഗർ ടു റീഡ് നെക്സ്റ്റ് സ്റ്റോറി. അങ്ങനെ അവൾ എന്താക്കി അടുത്ത സ്റ്റോറി വായിക്കാനുള്ള ആ ഈഗറായി അല്ലേ അവൾക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതാണ് നമ്മൾ ഇതുള്ളേ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞ് പാർട്ട് 1 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായി എന്താക്കുക ഓരോ ക്വസ്റ്റ്യനും മനസ്സിലാക്കിയിട്ട് എന്താക്കുക ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത യൂണിറ്റ് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.